Hi students, in this class we study about the biogas plant. So what is biogas plant? Biogas plant is a device that converts cattle dung and other organic matter into an inflammable gas called biogas and it also convert into a good quality of manure പറഞ്ഞാൽ എന്താണ് അത് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത ശേഷം അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽ അതിന് വേസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ റിച്ച് ഇൻ പൊട്ടാഷ്യം ആൻഡ് നൈട്രജൻ ഉണ്ടാവും അതായത് അത് ഫെർട്ടിലൈസറായിട്ട് വേണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാം ഫെർട്ടിലൈസറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം സോ ഇതൊക്കെ ചെയ്യുന്നത് ഏത് റിയാക്ഷനിലാണ് അനോറോബിക് റിയാക്ഷൻ സോ അനോറോബിക് കണ്ടീഷൻ പറഞ്ഞാൽ ഒരു ഓക്സിജൻ്റെ ആബ്സെൻസ് ഉണ്ടാകുന്ന കണ്ടീഷനിലാണ് ഇത് ചെയ്യുക അതായത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് കമ്പാർട്ട്മെൻറ്റിലാണ് ഇത് ചെയ്യുക നോക്കുക ഇത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റാണ് സോ ഈ ക്ലോസ്ഡ് കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഈ മിക്സിംഗ് പിറ്റിൽ നിങ്ങളെന്ത് ചെയ്യും മിക്സിംഗ് പിറ്റിൽ 3 ബക്കറ്റ് വെള്ളവും അതിൽ 1 ബക്കറ്റ് കാറ്റൽ ഡങ്ക് 3 bucket water plus 1 bucket of cattle dung are mixed and it is formed as a slurry and this slurry is being poured here and until it filled this is filled with this slurry and this is spent slurry means ഇത് എപ്പോഴെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യാനോ വൃത്തിയാക്കാനോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പെൻഡ് സ്ലറി സോ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ കുറേ നാൾ 30-40 ഡേയ്സ് എടുക്കും 30-40 ഡേയ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ബാക്ടീരിയാസ് എന്ത് ചെയ്യും ഈ ഓർഗാനിക് മാന്യൂറിനെ തിന്നാൻ തുടങ്ങും അതായത് കാറ്റൽ ഡങ്ങിനെ അത് തിന്നാൻ തുടങ്ങും തിന്ന് അതെന്ത് ചെയ്തു അത് ബയോഗ്യാസ് അത് എമിറ്റ് ചെയ്യും ആ എമിറ്റ് ചെയ്യുന്ന ബയോഗ്യാസ് എവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഈ ഗ്യാസ് പൈപ്പിൽ സോ ഏതൊക്കെയാണ് ബയോഗ്യാസ് മീൻസ് മീഥേൻ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രോജൻ നൈട്രജൻ ഈ ഗ്യാസൊക്കെയാണ് നിങ്ങളുടെ ബയോഗ്യാസ് ആയിട്ട് വരുന്നത് സോ അത് നിങ്ങളുടെ ഈ ഒരു ഗ്യാസ് പൈപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും സോ ഇങ്ങനെയാണ് ഒരു ബയോഗ്യാസ് KVIC മോഡൽ ഉണ്ടാകുന്നത് ഇനി ഇതിൻ്റെ വ്യത്യാസം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലോട്ടിംഗ് ഡ്രം പറയുമ്പോൾ ഈ ബയോഗ്യാസ് ചിലപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടിപ്പോകും അപ്പം ഈ ഫ്ലോട്ടിംഗ് ഡ്രം മുകളിലോട്ട് ഫ്ലോട്ട് ചെയ്യും സോ ദിസ് ഫ്ലോട്ടിംഗ് ഡ്രം വിൽ ഫ്ലോട്ട് അപ്വേർഡ്സ് ആൻഡ് അൺടിൽ ദി ബയോഗ്യാസ് പ്രൊഡ്യൂസ് ഈസ് റിലീസ് ഫ്രം ദിസ് ഗ്യാസ് പൈപ്പ് ഈ ഗ്യാസ് പൈപ്പിൽ നിന്ന് റിലീസ് ചെയ്തപ്പോൾ അതെന്ത് ചെയ്തു ആ ഫ്ലോട്ടിംഗ് ഡ്രം മെല്ലെ താഴോട്ട് വരും സോ it can be easily adjustable to the production of the biogas so that in this KVIC model we can produce any amount of biogas without affecting the without causing any much problem to the construction of this biogas plant. Okay, so next one we see about the Janata model and Deenbandhu model. So Janata model was the first fixed dome design in India and as a response to the Chinese fixed dome plant. So fixed dome പറഞ്ഞാൽ ഇത് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഈ ഡോം ഇത് ഫ്ലോട്ടിംഗ് ഡോമാണ് സോ ഇവിടെ നിങ്ങളൊരു ഫിക്സ് ആയിട്ട് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വരാം അതിന് ഫിക്സ്ഡ് ഡോം എന്ന് പറയാം സോ ബാക്കിയുള്ളതൊക്കെ സെയിം ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും ഇത് മിക്സിംഗ് പിറ്റും സ്ലറി പിറ്റും സ്ലറി പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം ബയോഗ്യാസ് കഴിഞ്ഞ ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇത് സ്പെൻഡ് സ്ലറിയും വരുന്നത് സോ മിക്സിങ്ങും സ്പെൻഡ് സ്ലറിയും രണ്ടുണ്ട് അപ്പം ഈ ഫ്ലോട്ടിംഗ് ടൈപ്പിൽ ചില ഈ ഒരു ഡ്രം ഉണ്ടാവും സോ ഈ ഡ്രം സ്റ്റീൽ മുഖാന്തരം ഉണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലോട്ടിംഗ് ടൈപ്പിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഫ്ലോട്ടിംഗ് ഡ്രം ചിലപ്പം കൊറോഷൻ വരും സോ ഇറ്റ് കോസസ് കൊറോഷൻ സോ അതുകൊണ്ട് ചിലപ്പോൾ ഈ ഡ്രം ഒരു 5 കൊല്ലം 8 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും സോ ബാക്കിയുള്ള ഈ മാൻഷൻ വർക്കും ഒക്കെ അതേപോലെ ഉണ്ടാവും സോ ഇത് ഈ ഒരു കൺസ്ട്രക്ഷന് നിങ്ങളിവിടെ ഒരു PV ഒരു RCC കൊണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താ പറയുക ഫിക്സ്ഡ് ഡോം എന്ന് പറയാം ഇറ്റ് ഈസ് നോട്ട് കൺസ്ട്രക്റ്റഡ് എനിമോർ ദ മോഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഡ്യൂ ടു ദി ക്രാക്സ് ഇൻ ദി ഗ്യാസ് ഹോൾഡർ വെരി ഫ്യൂ ഓഫ് ദീസ് പ്ലാന്റ്സ് ഹാവ് ബീൻ ഗ്യാസ് ടൈറ്റ് സോ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം വെച്ചാൽ ഈ ഗ്യാസ്
പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഇതിന് മൊത്തം അക്കോമഡേറ്റ് ചെയ്തിട്ട് ആ ഒരു മുകളിലുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ RCC കൺസ്ട്രക്ഷനെ അത് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതിന് ഗ്യാസ് പ്രഷർ കൊണ്ട് RCCൻ്റെ കൺസ്ട്രക്ഷനെ ബാധിക്കും. സോ അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷേ ചൈനയിൽ അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിന് റെസ്പോൺസായിട്ട് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തതാണ് ജനത മോഡൽ. പിന്നെ നെക്സ്റ്റ് മോഡൽ വെച്ചാൽ ഇത് ദീൻ ബന്ധു എന്നുവെച്ചാൽ സക്സസർ ഓഫ് ദി ജനത മോഡൽ പ്ലാന്റ് ഇൻ ഇന്ത്യ വിത്ത് ഇംപ്രൂവ്ഡ് ഡിസൈൻ was more crack proof and consumed less building material than Janata plant. സോ ഇത് ജനത പ്ലാന്റിനെക്കാട്ടും കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആണ് ഇതെന്താ ദീൻ ബന്ധു മോഡൽ. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് we see about fixed dome plant. സോ ഫിക്സ്ഡ് ഡോം പ്ലാന്റ് എന്താണെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി രണ്ട് പ്ലാന്റ് എന്താണ് ഡിസൈഡ്. സോ ഫിക്സ്ഡ് ഡോം പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് എ ഡൈജസ്റ്റർ വിത്ത് ഫിക്സ്ഡ് നോൺ മൂവബിൾ ഗ്യാസ് ഹോൾഡർ which sits on the top of the digester. When the gas production starts, the slurry displaced into the compensation tank. സോ ഇതിങ്ങനെയാണ് രണ്ട് തരത്തിലുണ്ടാവും. സ്ലറി ഈസ് ഡിസ്പ്ലേ, ഇതാണ് നിങ്ങളുടെ കോമ്പൻസേഷൻ ടാങ്ക്, ഇതാണ് നിങ്ങളുടെ ഫിക്സ്ഡ് ഡോം. അതാണ് ഞാൻ പറഞ്ഞത് RCC കൊണ്ട് ചെയ്തതാണ് ഫിക്സ്ഡ് ഡോം. ഓക്കെ, പിന്നെ രണ്ടാമത്തത് നിങ്ങൾ ഫ്ലോട്ടിംഗ് ഡോം നോക്കുക. ഇതാണ് നിങ്ങളുടെ ഫ്ലോട്ടിംഗ് ഡോം. ഈ ഡോം ഇങ്ങോട്ടും ഫ്ലോട്ട് ചെയ്യും. സോ ഇതാണ് നിങ്ങളുടെ ഫ്ലോട്ടിംഗ് ഡോമും പിന്നെ ഇതാണ് നിങ്ങളുടെ ഫിക്സ്ഡ് ഡോം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താ ഫിക്സ്ഡ് ഡോമും എന്താ ഫ്ലോട്ടിംഗ് ഡോം. ഇതാണ് നിങ്ങളുടെ സ്ലറി. സോ ഇതാണ് നിങ്ങളുടെ ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട്, നിങ്ങൾ എടുക്കുന്ന. സോ റിമൂവ്ഡ് കവർ, സോ ഓവർഫ്ലോ ടാങ്ക് എന്ന് പറയാം. So gas pressure, the fixed dome consists of a digester with a fixed non-movable gas holder which sits on the top of the digester. When the gas production starts, the slurry is displaced into the compensation tank. The gas pressure increases with volume of the gas stored and height difference between slurry level in the digester and the slurry level in the compensation. So ഇവിടെ രണ്ടുണ്ട്, ഒരു ഡൈജസ്റ്റർ ഉണ്ട്, സ്ലറി ലെവൽ ഇൻ ദി ഡൈജസ്റ്റർ ഉണ്ട്, സ്ലറി ലെവൽ ഇൻ ദി കോമ്പൻസേഷൻ ടാങ്ക് ഉണ്ട്. സോ ഈ കോമ്പൻസേഷൻ ടാങ്കിനും ഈ ഒരു ഇതിൻ്റെയും ഡിഫറൻസ് വെച്ചിട്ട് ഇത് ഒരു ഗ്യാസ് ഫോർമേഷൻ നടക്കും. സോ ഈ ഗ്യാസ് ഫോർമേഷൻ കറക്റ്റ് ചെയ്തതാണ് ഇവിടെ. സോ ഇതാണ് നിങ്ങളുടെ ഔട്ട്ലെറ്റ്, ദീൻ ബന്ധുവിലെ ഔട്ട്ലെറ്റ് ഇതാണ്. പിന്നെ ഇതാണ് ഡൈജസ്റ്റർ, ഇതാണ് ഡോം, ഇത് ഫിക്സ്ഡ് ഡോമാണ്, ഇത് മിക്സിംഗ് ടാങ്കാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ഈ ഒരു കോമ്പൻസേഷൻ ടാങ്ക്. ഈ കോമ്പൻസേഷൻ ടാങ്കും പിന്നെ ഇതിന്ന് കൊടുക്കുന്ന വേറെ ടാങ്ക് ഉണ്ടാവും, ഇത് ഇപ്പുറത്തുണ്ടാവും. സോ അതിൽ നിങ്ങൾ എന്ത് ചെയ്തു, സ്ലറി ആഡ് ചെയ്യും. സ്ലറി ആഡ് ചെയ്തിട്ട് ഇതിലെ കൂടെ നിറക്കുക ചെയ്ത്. സോ അതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് ഇത് ഗ്യാസ് ഇൻക്രീസസ് ദി വോളിയം ഓഫ് ദി ഗ്യാസ് സ്റ്റോർഡ് ഇൻ ദി ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്ലറി ലെവൽ ഇൻ ദി ഡൈജസ്റ്റർ ആൻഡ് ദി സ്ലറി ലെവൽ ഇൻ ദി കോമ്പൻസേഷൻ ടാങ്ക്. The cost of the fixed dome gas plant are relatively low. It is simple as no moving part exists. There are also no rusting steel parts, hence a long life of plant 20 years or more can be expected. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ ഫിക്സ്ഡ് ഡോം ആണ്, ഇത് സിമ്പിളാണ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ, ആൻഡ് സ്റ്റീലോ അങ്ങനെ റസ്റ്റിംഗ് മൂവ് പാർട്സ് ഒന്നും ഉണ്ടാവില്ല, ആൻഡ് ക്യാൻ ബി എക്സ്പെക്ട് 20 ഇയേഴ്സ് വരെ എക്സ്പെക്ട് ചെയ്യാം. ദ പ്ലാന്റ് ഈസ് കൺസ്ട്രക്റ്റഡ് അണ്ടർഗ്രൗണ്ട് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് ഫ്രം ഫിസിക്കൽ ഡാമേജ് ആൻഡ് സേവിങ് സ്പേസ്. സോ കൂടുതലായിട്ട് ഇത് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്യുക. സോ ഇത് ചിലതൊക്കെ എക്സംഷനായിട്ടും ഇത് എബോ ഗ്രൗണ്ട് കാണിച്ചത്, പക്ഷെ കൂടുതലായിട്ട് ഇത് അണ്ടർഗ്രൗണ്ടിലാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്യുക. സോ അണ്ടർഗ്രൗണ്ടിൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ഇതാണ് നിങ്ങളുടെ ഓവർഫ്ലോ ടാങ്ക്, ഇതാണ് നിങ്ങളുടെ സ്ലറി ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റിർ ചെയ്യണം. അതായത് ചാണകമൊക്കെ ഇടുന്നതുകൊണ്ട് ഇതിങ്ങനെ സ്റ്റിർ ചെയ്തിട്ട് നിങ്ങൾ ഈ സ്ലറി ഇതിലേക്ക് ഇടണം. ഇതിലിട്ട ശേഷം ഇത് കുറേ നാൾ 30 ദിവസം കഴിയുമ്പോൾ മെല്ലെ ബയോഗ്യാസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് എനറോബിക് റിയാക്ഷൻ, അതായത് ഓക്സിജൻ്റെ ആബ്സൻസ് ഉണ്ടാകുന്ന റിയാക്ഷൻ ത്രൂ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ബയോഗ്യാസ് ഇതിലേക്ക് കൂടെ റിലീസ് ചെയ്യും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 30 ഡേയ്സ് കഴിയുമ്പോൾ ഇതിൽ ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും. ആ വേസ്റ്റ് മെറ്റീരിയൽ നിങ്ങൾ ഇത് ഓവർഫ്ലോ ടാങ്കിലേക്ക് മാറും. അത് നിങ്ങൾ മാറ്റുക. ഇത് തുറന്ന ശേഷം ഇത് ഇവിടുന്ന്
നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതലായിട്ടും റിച്ച് ഇൻ പൊട്ടാഷ്യം ആൻഡ് നൈട്രോജൻ ആയിരിക്കും. ഇത് നിങ്ങൾ ഫർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശേഷം ബാക്കി വരുന്ന മെറ്റീരിയൽസിനെ നിങ്ങൾക്ക് ഫർട്ടിലൈസേഴ്സായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇത് തന്നെയാണ് നിങ്ങളുടെ ജനത മോഡൽ. പിന്നെ ദീൻ ബന്ധു മോഡൽ. ദീൻ ബന്ധു മോഡൽ എന്ന് വെച്ചാൽ സെയിം തന്നെയാണ്, അത് അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷനാണ്. പിന്നെ ഇവിടെ ഒരു ഡൈജസ്റ്റർ ഉണ്ടാവും. ആ ഡൈജസ്റ്ററിന് മിക്സിംഗ് ടാങ്ക് വരും, പിന്നെ ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ അത് ഇത് ഒരു ഗ്യാസ് ത്രൂ ഗ്യാസ് പോകും. പിന്നെ ഇത് ഒരു ഔട്ട്ലെറ്റ് ടാങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ലറിയൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ലോ ഇനിഷ്യൽ കോസ്റ്റ്, ലോങ് യൂസ്ഫുൾ ലൈഫ് സ്പാൻ, നോ മൂവിങ് ഓർ റസ്റ്റിംഗ് പാർട്സ് ഇൻവോൾവ്, ബേസിക് ഡിസൈൻ ഇസ് കോമ്പാക്ട്, സേവ് സ്പേസസ് ആൻഡ് ഇസ് വെൽ ഇൻസുലേറ്റഡ്. Construction creates local employment. Advantage are relatively low construction cost. So ഏറ്റവും അഡ്വാൻറ്റേജ് ഇതിൽ ലോ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ്. ആബ്സൻസ് ഓഫ് മൂവിങ് പാർട്സ്, റസ്റ്റിംഗ് സ്റ്റീൽ പാർട്സ്. ഇഫ് വെൽ കൺസ്ട്രക്റ്റഡ് ഫിക്സ്ഡ് ഡോം പ്ലാന്റ്സ് ഹാവ് ലോങ് ലൈഫ് സ്പാൻ. ഇത് കൂടുതൽ കാലം നിൽക്കും. ദി അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ സേവ്സ് ദി സ്പേസ് ആൻഡ് പ്രൊട്ടക്ട്സ് ദി ഡൈജസ്റ്റർ ഫ്രം ടെമ്പറേച്ചർ ചേഞ്ചസ്. ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യും ഡൈജസ്റ്ററിനെ. സോ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് ദി കൺസ്ട്രക്ഷൻ പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്കിൽഡ് ലോക്കൽ എംപ്ലോയ്മെൻറ്റ്. അത് ലോക്കൽ എംപ്ലോയ്മെൻറ്റിനും പ്രൊവൈഡ് ചെയ്യും. സോ മാൻസറി ഗ്യാസ് ഹോൾഡേഴ്സ് റിക്വയർ സ്പെഷ്യൽ സീലൻസ്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. ആൻഡ് ഹൈ ടെക്നിക്കൽ സ്കിൽസ് ഫോർ ഗ്യാസ് ടൈറ്റ് കൺസ്ട്രക്ഷൻ. അപ്പോൾ നല്ല ഒരു ടെക്നിക്കൽ സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗ്യാസ് ടൈറ്റ് കൺസ്ട്രക്ഷൻ ഇവിടെ സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ദി ഗ്യാസ് ലീക്സ് അക്കോഴ്സ് ക്വയറ്റ് ഫ്രീക്വൻ്റ്ലി. കുറച്ച് നേരം ചിലപ്പോൾ ചെറിയ ഗ്യാസ് ലീക്ക് ഉണ്ടാവുക. ഫ്ലക്ച്വേറ്റിംഗ് ഗ്യാസ് പ്രഷർ കോംപ്ലിക്കേറ്റ്സ് ഗ്യാസ് യൂട്ടിലൈസേഷൻ ആൻഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി വിസിബിൾ. എത്ര ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. Plant operations not readily understandable. Fixed dome plants need exact planning of levels. Evacuation can be difficult and expensive. So the main disadvantage are the frequent problems with gas tightness. So gas tight ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലംസ് ഓഫ് ദി ബ്രിക്ക് വർക്ക് ഗ്യാസ് ഹോൾഡർ. ആൻഡ് fixed dome plants are therefore recommended only where construction can be supervised by experienced biogas technicians. So കൺസ്ട്രക്ഷന് ഒരു എക്സ്പീരിയൻസ്ഡ് ബയോഗ്യാസ് ടെക്നീഷ്യൻസ് ത്രൂ സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. So gas pressure fluctuates substantially depending on the volume of stored gas. So volume of stored gas അനുസരിച്ചിട്ട് gas pressure fluctuate ചെയ്യും. So even through the underground construction buffers temperature extremes, the digester temperatures are generally low. Fixed dome plants can be recommended only where construction can be supervised by experienced biogas technicians. So ഇതിന് എന്തിനാണ് പറയുന്നത്? എക്സ്പീരിയൻസ്ഡ് ബയോഗ്യാസ് ടെക്നീഷ്യൻസ് സൂപ്പർവിഷൻ വേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു ബയോഗ്യാസ് കൂടുതലായി ഇൻഡ്യൂൾ ഉണ്ടാകുമ്പോൾ അതിനെ എയർ ടൈറ്റ് വെച്ചിട്ട് വന്നിട്ട് ചിലപ്പോൾ ആ ബയോഗ്യാസിൻ്റെ ആ ഒരു ഡോമിൽ ക്രാക്ക് വരാൻ പറ്റും. ഡോമിൽ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ സൂപ്പർവിഷൻ നിർബന്ധമായിട്ട് വേണമെന്ന് പറയുന്നത്. സോ ഇതിവിടെ നോക്കാം, ദീൻ ബന്ധു മോഡലാണ്. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇത് മുഴം വെച്ചിട്ട്, അതായത് ബാംബോ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. സോ യു ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ ദി ബാംബോ ആൻഡ് ദി സ്പിൻ മിക്സിംഗ് ടാങ്ക് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ചേംബർ. So this is that foundation. So okay, so next one we see about landfills gas for the power generation. അതായത് വേസ്റ്റ് ജനറേഷനൊക്കെ ഉണ്ടാകും. ലാൻഡ് ഫിൽസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്കല്ലേ? അതായത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റൊക്കെ നിങ്ങൾ ഈ ഒരു മുനിസിപ്പാലിറ്റീനെ കളക്ട് ചെയ്ത വേസ്റ്റൊക്കെ എടുത്ത് വലിയ അങ്ങ് കൂട്ടമായിട്ട് നിങ്ങൾ തള്ളുന്നുണ്ടാവും ഓരോ സ്ഥലത്ത്. ആ സ്ഥലത്ത് എന്താ വെച്ചിട്ട് താഴെ കിടക്കുന്ന ഒരു വേസ്റ്റ് ഉണ്ടാവും. ആ ടോപ്പ് മാത്രമല്ല ബോട്ടത്തിലുണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ അത് ചീഞ്ഞണിഞ്ഞ കുറേ വേസ്റ്റ് താഴോട്ടുണ്ടാവും. പച്ചക്കറികളും മത്സ്യങ്ങളും ഒക്കെ ഉണ്ടാവും. താഴെ ചീഞ്ഞണിഞ്ഞ മത്സ്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് ചെറിയ ബയോഗ്യാസ് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടുണ്ടാവും. അത് നിങ്ങൾ ഇവിടെ കളക്ട് ചെയ്യണം. സോ അതിന് നമ്മളെന്താ പറയുക, ഗ്യാസ് വെൽസ് എന്ന് പറയും. സോ അവിടെ ഈ ഗ്യാസ് വെൽസ് ഈ ഒരു ഗ്യാസൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഗ്യാസ് സ്റ്റോറേജ് ചെയ്യും.
പിന്നെ അത് ഗ്യാസ് റെഗുലേറ്ററിലേക്ക് സപ്ലൈ ചെയ്യും. പിന്നെ അത് ഗ്യാസ് ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യും. ഗ്യാസ് ടർബൈൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റർ ത്രൂ ടർബൈൻ എന്ത് ചെയ്യും, ടർബൈന് ഇതെന്ത് ചെയ്തു, ഗ്യാസ് പ്രഷറിനെ എന്ത് ചെയ്തു, ഗ്യാസിൻ്റെ പ്രഷറിനെ ഇത് മെക്കാനിക്കൽ എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. സോ ജനറേറ്റർ ട്രാൻസ്ഫോമറും ത്രൂ ഗ്രിഡിലേക്ക് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇതേ കേസ് ഇവിടെ ബാംഗ്ലൂർ ഉണ്ടായിട്ടുണ്ട്. ബാംഗ്ലൂർ പഴയ ഒരു ഇതുണ്ടായിരുന്നു, ഒരു റിവർ ഉണ്ടായിരുന്നു. ആ റിവറിൻ്റെ ഉള്ളിൽ കുറേ കൊല്ലമായിട്ട് 10-15 കൊല്ലമായിട്ട് വേസ്റ്റ് കൊണ്ടിങ്ങനെ ഡംപ് ചെയ്യായിരുന്നു. അപ്പോൾ അത് ഡംപ് ചെയ്ത് ആ റിവറിൻ്റെ താഴെ തട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചീഞ്ഞ മണം അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അത് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇവരെന്ത് ചെയ്യുക വെച്ചാൽ അതിൻ്റെ താഴെ ഇതേപോലെ ലാൻഡ് ഫിൽ ഗ്യാസ് വെൽസൊക്കെ കുഴിച്ചു. ഗ്യാസ് വെൽസൊക്കെ കുഴിച്ചിട്ട് അത് നോക്കുമ്പോഴത്തേക്കുണ്ട് അതിന് മച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ മീഥേൻ ഗ്യാസിനെ അത് ഏതിലേക്ക് കൊടുത്തു, ഗ്യാസ് സ്റ്റോറേജ് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഗ്യാസ് ടർബൈൻ റൺ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള വേസ്റ്റ് മുഴുവനും ഈ ഒരു ഇലക്ട്രിസിറ്റി കൊണ്ട് അത് ഡിസ്പോസ് ചെയ്തു. അങ്ങനെ ഇപ്പം അവിടെ ആ ഭാഗത്തുള്ള വേസ്റ്റൊക്കെ ചുറ്റും അടുത്തുള്ള വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാനും പിന്നെ അടുത്ത വീട്ടുകാർക്കൊക്കെ ഫ്രീ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനും ഇതിനെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു ലാൻഡ് ഫീൽസ് കൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെയാണ് ബയോമാസ് പ്രോഗ്രാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈ KVIC മോഡൽ പറഞ്ഞാൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഇല്ലേ, ഇൻഡസ്ട്രീസ് കമ്മീഷൻ 1964 സ്റ്റാർട്ട് ചെയ്തത്. അതും ഒരു ബയോമാസ് പ്രോഗ്രാമാണ് ഇന്ത്യയിലത്തെ. പക്ഷേ ഇന്ത്യ is the 7th largest country in the world, spanning 328 million hectares and amply bestowed with renewable sources of energy. And among the renewable sources, biomass plays a vital role, especially in rural areas, as it constitutes the major energy source to the majority of households in India. Biomass energy is the utilization of organic matter present and can be utilized for various applications. Okay. സോ 328 മില്യൺ ഹെക്ടേഴ്സ് ആണ്, 7th ലാർജസ്റ്റ് കൺട്രിയും കൂടെയാണ്. അപ്പോൾ ഇന്ത്യ ഐ തിങ്ക് യു നോ ഇറ്റ് ഇസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻറ്റ് എക്കണോമി. അപ്പം ഇന്ത്യൻ്റെ 53% പോപ്പുലേഷനും അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബയോമാസ് അവൈലബിലിറ്റി ഇന്ത്യയിൽ ആംബൻഡ് ഓഫ് ബയോമാസ് ഈസ് അവൈലബിൾ ഇൻ ദി ഇന്ത്യ. So the India produces about 450 to 500 million tons of biomass per year. 450 to 500 tons. നിങ്ങൾക്കിപ്പോൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, പത്രമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ ഈ പഞ്ചാബിലും ഹരിയാനയിലൊക്കെ ഈ ഒരു റൈസ് അവിടെയൊക്കെ വീറ്റ് സ്ട്രോസൊക്കെ അവരെന്ത് ചെയ്യുക വെച്ചാൽ സ്വന്തം പാടത്ത് തന്നെ വരുന്ന വീറ്റ് സ്ട്രോ ഒക്കെ അവരിങ്ങനെ കത്തിച്ച് കളയുക ചെയ്യുക. സോ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അത് ബയോ മാസിനെ നിങ്ങൾ ഡയറക്റ്റായിട്ട് കമ്പഷൻ ചെയ്യുമ്പം അത് മോസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് എമിറ്റ് ചെയ്യും, അതായത് കാർബൺ മോണോക്സൈഡൊക്കെ എമിറ്റ് ചെയ്യും. അപ്പോൾ ആ കാർബൺ മോണോക്സൈഡൊക്കെ എവിടെ വന്നു, ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ എയർ പൊല്യൂഷൻ ആയി. കാരണം വെച്ചാൽ ഈ പഞ്ചാബും ഈ ഹരിയാനയിൽ നിന്നും വരുന്ന കാറ്റ് മുഴുവനും ഡൽഹി പാസ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, വേറെ ഭാഗത്തേക്ക് പോകുന്നത്. ആ ഒരു പാസേജ് അങ്ങനെയാണ്. അങ്ങനെ ആ എയർ പാസേജ് അങ്ങനെ ആയതുകൊണ്ട് ഡൽഹി പോപ്പുലേഷന് കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്തു. സോ ഇങ്ങനെയാണ് പറഞ്ഞാൽ ബയോമാസിനെ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് കമ്പഷൻ കൊടുക്കാണ്ട് അത് ഒരു ബയോമാസിനെ കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു നല്ലൊരു എനർജി സോഴ്സും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 450 to 500 ടൺസാണ് ബയോമാസാണ് ഓരോ കൊല്ലം കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബയോമാസ് പ്രൊവൈഡ്സ് 32% ഓഫ് ഓൾ ദി പ്രൈമറി എനർജി യൂസ് in the country at present, 32%. EIA estimates that the potential in the short term for power from biomass in India varies from about 18,000 megawatts when scope of biomass is as traditionally defined to a
high about 50,000 megawatt if one were to expand the scope of definition of biomass. So actually 18,000 megawatt ആണ് പഠനങ്ങളിൽ കണ്ടത്, പക്ഷേ അതിൻ്റെ സ്കോപ്പ് 50,000 മെഗാവാട്ട് വരെയാണ് കാണുന്നതാണ് ഈ സ്റ്റഡി മുഖാന്തരം കാണുന്നത്. സോ അത് വരെ എത്തിക്കാം, 50,000 മെഗാവാട്ട് വരെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ബയോമാസിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. The current share of biofuels in total fuel consumption is extremely low and is confined mainly to 5% blending of ethanol in gasoline. So നിങ്ങൾ ബയോഫ്യൂൽ പറഞ്ഞതിൻ്റെ ബയോഫ്യൂൽ ഈസ് ദ ethanol CH5O6 ആയതില്ലേ CH5OH, അതാണ് എത്തനോൾ. ആ എത്തനോൾ ബ്ലെൻഡ് ചെയ്യുക വെച്ചാൽ ഒരു ഗ്യാസോലിൻ്റെ കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ സപ്ലൈ ചെയ്യുക. സോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഗ്യാസോലിൻ സപ്ലൈ ചെയ്യുമ്പോൾ ബ്ലെൻഡ് ചെയ്ത്, അതായത് എത്തനോളും പിന്നെ ഗ്യാസോലിനും രണ്ടും കൂടി ചേർന്നിട്ട് നിങ്ങൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗ്യാസോലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടില്ല. അതായത് ഒരു ഗ്യാസോലിൻ അത് കമ്പഷൻ ചെയ്തപാട് അത് എമിറ്റ് ചെയ്യുന്ന ഒരു ടോക്സിക് ഗ്യാസസ് ഒന്നും ഈ എത്തനോളും ഗ്യാസോലിൻ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാകുമ്പോൾ അതുണ്ടാവുന്നില്ല. സോ അതുകൊണ്ടാണ് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കറിയാലോ, രണ്ട് തരത്തിലുള്ള ഒരു പെട്രോൾ ഉണ്ട്. നിങ്ങളുടെ പെട്രോൾ പമ്പിൽ പോയാൽ എന്താ, ഒരു ഹൈ പവർ പെട്രോൾ, ഹൈ പ്രീമിയം പെട്രോൾ ഉണ്ട്, നോർമൽ പെട്രോൾ ഉണ്ട് അല്ലേ. ആ പ്രീമിയം പെട്രോളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടി കുറച്ചും കൂടെ നല്ല മൈലേജിൽ കിട്ടും. മറ്റേ പെട്രോൾ ആണെങ്കിലോ ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ. മറ്റേ പെട്രോൾ ആണെങ്കിൽ ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാവും, പ്രീമിയം പെട്രോൾ ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവുണ്ടാവും. സോ അതേപോലെ ഈ പ്രീമിയം പെട്രോൾ എന്ന് വെച്ചാൽ അത് ബ്ലെൻഡ് ചെയ്ത പെട്രോളാണ്, ബ്ലെൻഡഡ് പെട്രോൾ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. ബ്ലെൻഡഡ് ചെയ്യുക വെച്ചാൽ എത്തനോൾ ഏതിൻ്റെ കൂടെ, ഗ്യാസോലിൻ്റെ കൂടെ മിക്സ് ചെയ്യുക, അതേപോലെ പെട്രോളിൻ്റെ കൂടെ വേറെ ലൂബ്രിക്കൻസ് മിക്സ് ചെയ്യുന്നതാണ് പ്രീമിയം പെട്രോൾ എന്ന് പറയാം. ഓക്കെ, വിച്ച് ഗവൺമെൻറ് ഹാസ് മെയ്ഡ് മാൻഡറ്ററി ഇൻ 10 സ്റ്റേറ്റ്സ്. 10 സ്റ്റേറ്റ്സിൽ മാൻഡറ്ററി ആണ്, പക്ഷേ അത് കേരളത്തിലല്ല. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് കൂടുതൽ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So currently biodiesel is not sold in the Indian fuel market, but the government plans to meet 20% of the country's diesel requirement by 2020 using biodiesel. So biodiesel through 20%, ഇന്ത്യയിലെ 20% ഡീസൽ പ്രൊഡക്ഷനും ബയോഡീസൽ ആക്കാനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ലൈക്ക് ജട്രോഫ, Quercus, neem, mahua and other bite plants are identified as the potential source of biodiesel production in the India. ഈ ജട്രോപ്പ, കൊർക്കസ്, നീം, മഹുവ ആ പ്ലാന്റ്സ് ഒക്കെ ഒരു ബയോഡീസൽ സോഴ്സായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദർ ആർ അബൌട്ട് 63 million വേസ്റ്റ് ലാൻഡ് ഇൻ ദി കൺട്രി, ഔട്ട് ഓഫ് വിച്ച് 40 million hectare can be developed by undertaking plantations of jatropha. 63 million വേസ്റ്റ് ലാൻഡ് ഉണ്ട്, അതിൽ 40 million നമുക്ക് വേണമെങ്കിൽ ജട്രോപ്പ പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും. And India uses several incentive schemes to induce villages to rehabilitate wasteland through cultivation of jatropha. India government is targeting a jatropha plantation area of 11.2 million hectares by 2012. So the Ministry of New and Renewable Energy provides central financial assistance CFA in the form of capital subsidy and financial incentives to the biomass energy projects in India. So Ministry of New and Renewable Energy Sources അത് സെൻട്രൽ ഫൈനാൻസ് അസിസ്റ്റൻസ് CFA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ സ്മോൾ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ആണ്. ഹൈഡ്രോ പവർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇത് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.